ലോകം കണ്ട ഭീകരനായ ദാവൂദ് ഇബ്രാഹിം വിഷമൊള്ളിച്ചെന്ന് കറാച്ചിയിലെ ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചു എന്ന വാർത്ത വരുന്നു. അതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇന്ത്യയിലെ പല കേസിലും വാണ്ടഡാണ് ദാവൂദ് ഇബ്രാഹിം. 1993 ബോംബെ ഭീകരാക്രമണത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് ദാവൂദ് ഇബ്രാഹിം എന്നാണ് ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ബോംബെയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനായി ഡോങ്കരിയിൽ ജനിച്ച ദാവൂദ് ഇബ്രാഹിം അവിടുത്തെ അണ്ടർവേൾഡിൻ്റെ കിങ്ങായി ബോംബെയിലെ സർവ്വ കൊലപാതകവും നടത്തുന്ന ആളായി ഇന്ത്യയിലേക്ക് സ്വർണ്ണക്കടത്ത് ധാരാളം നടത്തി, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് കടത്തുന്ന സ്വർണത്തിൻ്റെ ഭൂരിഭാഗവും ഇയാളുടെ സ്വർണമാണ് കൊണ്ടുവരുന്നതെന്നുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിൽ കറാച്ചിയിൽ രഹസ്യമായി അയാൾ താമസിക്കുന്നതായിട്ടാണ് നമ്മുടെ അറിവ്. എന്നാൽ ഇപ്പം പാകിസ്ഥാൻ ന്യൂസ് ഏജൻസിയിലും വേൾഡ് മുഴുവൻ വരുന്ന വാർത്തകളിൽ ദാവൂദ് ഇബ്രാഹിം പോയ്സൺ മോനെ മുഖേന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ICUവിലാണ്, അദ്ദേഹം കടന്നുപോയി എന്ന് വരെ ആൾക്കാർ പറയുന്നു. ഇന്ത്യയിലെ 1993 ബോംബെയിലെ ടെററിസ്റ്റ് ആക്രമണത്തിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇന്നും വാണ്ടഡാണ് അയാൾ. നമുക്ക് അയാളെ പിടിക്കാൻ പറ്റിയില്ല. ഇതുവരെ ഇന്ത്യക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അണ്ടർഗ്രൗണ്ടിലും പാകിസ്ഥാൻ്റെ സംരക്ഷണയിലും കഴിയുകയാണ്. കോടീശ്വരനായ ബോംബെ അധോലോകം ഡി കമ്പനിയുടെ തലവനായ ഇയാളുടെ സന്തത സഹചാരി ചോട്ടാ ഷക്കീൽ എന്ന് പറഞ്ഞ ആളാണ്. ഇയാളുടെ മരണം പോയ്സൺ മുഖേന നടന്നു എന്ന് വാർത്ത വന്നപ്പോൾ ചോട്ടാ ഷക്കീൽ അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും വേണ്ടിയില്ല. ആ ഡി കമ്പനിയുടെ ഇന്ത്യയിലുള്ള അവരുടെ എതിരാളികൾ ചോട്ടാ രാജനാണ്, അരുൺ ഗൗലിയാണ് ഇന്ത്യയിൽ. ഇവർ രണ്ട് കൂട്ടരും ഇന്ത്യയിലെ പല ആൾക്കാരെയും കൊല്ലുകയും അവരുടെ കൂടെ നിൽക്കുന്നവരെ വകവരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ഏകദേശം 10-30 വർഷമായിട്ട് ഇന്ത്യ ഇയാളെ ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇയാളിപ്പം പാകിസ്ഥാൻ വിട്ടെങ്ങും പോകുന്നില്ല. പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിൽ രഹസ്യമായി അവിടെ താമസിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരം. പാകിസ്ഥാന് ലോകകപ്പ് ക്രിക്കറ്റിൽ 1992 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ജാവേദ് മിയാൻദാദ് അദ്ദേഹത്തിൻ്റെ മകനാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകൾ പ്രചരിച്ചതോടുകൂടി, ഈ പോയ്സണിങ് മൂലം അദ്ദേഹം മരണമടഞ്ഞു എന്ന വാർത്തകൾ പ്രചരിച്ചതോടുകൂടി ജാവേദ് മിയാൻദാദിനെ പത്രക്കാർ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയണത് അദ്ദേഹം ഇപ്പോൾ ഹൗസ് അറസ്റ്റിലാണ്, അദ്ദേഹത്തിന് ഇതേപ്പറ്റി യാതൊരു വിവരവുമില്ല എന്നാണ്. എങ്ങനെയാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഉള്ളിലെ പോയ്സൺ ചെന്നത്? ഏത് തരത്തിലുള്ള പോയ്സണാണ് ഇത്? പ്രചരിക്കുന്ന മറ്റൊരു കള്ളക്കഥയാണോ എന്നും പറയാനൊക്കില്ല. പാകിസ്ഥാനിൽ നിന്ന് അയാൾ മാറാനായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള കള്ളക്കഥ പറഞ്ഞ ആൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വേഷപ്രച്ഛന്നായി വേറെ ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമം, അതോ പോയി കഴിഞ്ഞോ, അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ദാവൂദ് ഇബ്രാഹിമിനെ അയാളുടെ ചലനങ്ങൾ, അയാളുടെ നീക്കം, ഇതൊക്കെ ഏത് വിധത്തിലാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. കാരണം ബോംബെയിലെ നമ്മുടെ ഇത്രയും വലിയ ഭീകരാക്രമണത്തിൻ്റെ മാസ്റ്റർ മൈൻഡും ഫൈനാൻസറും ബോംബെ ജനിച്ചു വളർന്ന ആ ബോംബെ പോലീസിലുള്ള ഒരു പോലീസുകാരൻ്റെ മകനാണ് നടത്തിയെന്ന് നമ്മൾ കരുതിക്കോണം. അതുകൊണ്ട് ഇപ്പം പ്രചരിക്കുന്ന വാർത്തകൾ ശരിയാണോ എങ്കിലും വേൾഡിലെ പല ന്യൂസ് ഏജൻസികളും ആ വാർത്ത ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ കൺഫർമേഷൻ ലഭിക്കുമെന്ന് കരുതുന്നു.